ഞാനും അമ്മച്ചിയും അപ്പച്ചനും അനുജത്തിയും കൂടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിൻ്റെ സമയത്ത് അമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണങ്ങൾ ഇങ്ങനെ ചൂടാക്കി ഓരോന്നോരോന്നായി ഭക്ഷണമേശയിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി ഇന്ന് എനിക്കിത്തിരി ചോറ് വാരിത്തരുന്നു. തിരക്കിട്ട് അടുക്കളയിൽ നിന്ന് മേശപ്പുറത്തേക്ക് സാധനങ്ങൾ ഇങ്ങനെ വാരിക്കോരി എടുത്തു കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഈ ചോദ്യം അമ്മയുടെ തിടുക്കത്തെ അത് സാരമായി ബാധിക്കും. അമ്മ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് സ്റ്റക്കായി പോയി. കുറച്ചു നേരം ഈ അമ്മ ഈ മകനെ ഇങ്ങനെ നോക്കി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോറും കുറച്ച് കറികളും ഒക്കെ വാരിയെടുത്ത് എങ്ങനെയൊക്കെയോ കുഴച്ച് ഒരു പിടി ഇവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ സമയത്ത് ഈ മകൻ, ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അച്ഛാ ആ പിടി അമ്മ എൻ്റെ വായിലേക്ക് വയ്ക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ അമ്മയെ ശ്രദ്ധിച്ചത്. അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടായിരുന്നു. കവിൾ തടങ്ങളിലൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ കുടുകുടാന്നിങ്ങനെ താഴേക്ക് വീഴുക. അമ്മ എന്തിനാണ് കരയണേന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛാ. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കണത്, ഞാനും കരയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞത് എന്തെന്നാണെന്ന് മനസ്സിലായില്ല. എന്ത് തന്നെയായാലും ഒരുപാട് നാളത്തെ ആസ്വദിച്ച് രാത്രി ഭക്ഷണം കഴിച്ച ഒരു ദിവസമായിരുന്നു. മനസ്സിനൊരു വല്ലാത്ത സുഖം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദ സന്ദേശം അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ അമ്മ എന്തിനാണ് കരഞ്ഞതെന്നും ഈ പുത്രൻ എന്തിനാണ് കരഞ്ഞതെന്നും അവർക്ക് കൃത്യമായിട്ടറിയാം. എനിക്കും അറിയാം, ഇത് കേട്ട നിങ്ങൾക്കും അറിയാം. പലപ്പോഴും ചില മക്കൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്ര പെട്ടെന്ന് നിലച്ചു പോകും. ഏതോ സമയത്ത് പൊക്കിൾ കൊടി ബന്ധത്തെ ഇങ്ങനെ വിച്ഛേദിച്ച് കളയുമ്പോൾ ആ വിച്ഛേദിച്ച് കളഞ്ഞ പൊക്കിൾ കൊടി ബന്ധം പിന്നീട് ഈ കണ്ണീർ ചാലിലൂടെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം.